ഹലോ ചുട്ടുമണികളെ, അപ്പോൾ എനിക്ക് ആക്സിഡൻ്റ് ആയതിൻ്റെ അടുത്ത ദിവസത്തെ വ്ളോഗ് കണ്ടാലാ? എൻ്റെ ഏതോ ഒരു പൊട്ട ബുദ്ധിക്കിനെ ഉച്ചവരെയത്തെ വ്ളോഗേ ഈ വീഡിയോയിലുള്ളൂ. രാവിലെ തന്നെ വീട്ടിൽ വിളക്കൊക്കെ കത്തിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിച്ചിട്ട് വിളക്കിൽ വെച്ചിരുന്ന ജിലേബിയും കൂടെ കഴിച്ച്. ഓർക്കണം, ഞാനിതൊക്കെ ഉച്ചയ്ക്കാണ് കഴിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അമ്മമ്മ വന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് അമ്മ പുറത്ത് പോയിട്ട് വന്നപ്പോൾ സർബത്ത് വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു, ഫ്രൂട്ട് സർബത്ത്. അത് കഴിഞ്ഞ് കുറച്ച് നേരം സിനിമ കണ്ടുകൊണ്ട് കിടന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ നേരം കിടന്നുറങ്ങി. എന്നിട്ടൊരു 5 മണിയൊക്കെ അപ്പോൾ എണീറ്റിട്ട് ചോറുണ്ട്. അപ്പോൾ ഗൈസ്, ഇതുവരെ എനിക്ക് വ്ളോഗ് എടുക്കാൻ പറ്റിയുള്ളൂ. സോ ഗൈസ്, ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ഇങ്ങനെ ഉണ്ടെന്ന്. കൂടുതലും സ്ട്രേഞ്ചേഴ്സാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നതെന്ന് അറിയുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എനിക്ക് എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ കുറേ പേര് കഴുത്തിന് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഫസ്റ്റ് ഡേ പോയപ്പോൾ ചെന്നുടനെ തന്നെ അവരെനിക്ക് പെയിൻ റിലീഫിനുള്ള ഇത് തന്നതുകൊണ്ട് തന്നെ എനിക്ക് പെയിൻ അറിയാൻ പറ്റിയില്ല, എവിടെയൊക്കെ പെയിൻ ഉണ്ടെന്ന്. നെക്സ്റ്റ് ഡേ അതിൻ്റെ ഒരു ഇത് കുറഞ്ഞപ്പോൾ എനിക്ക് ബോഡി ഫുൾ പെയിനായി. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രി പോയപ്പോഴാണ് അറിയുന്ന കഴുത്തിന് സ്ക്രാച്ചുള്ള കാര്യം. അങ്ങനെ കഴുത്തിലും കൂടെ ഇതിട്ടിരിക്കുവാണ്. അതിനിടയ്ക്ക് ബാത്റൂമിൽ ഞാൻ വീണ്. എനിക്കിപ്പോൾ നടുവും വയ്യ. അതിന് ഒപ്പിക്ക് പോകുമ്പോൾ കാണിക്കണം. അപ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. അപ്പം അവർക്കൊക്കെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. മോഡലിംഗ് എന്നുള്ള കുറച്ച് പേര്, അത് പക്ഷേ എൻ്റെ കൂടെ ഒറ്റ ഷോയിൽ സംസാരിച്ചവരൊക്കെ ആണ് ചോദിക്കുന്നത്. അപ്പം എൻ്റെ ക്ലോസ് ആയിട്ട് ഞാൻ വിചാരിച്ച കുറേ പേരെൻ്റെ അടുത്ത്, അത് പോട്ടെ, അത് അവരുടെ തിരക്കായിരിക്കും മേ ബി, പക്ഷെ എൻ്റെ അടുത്ത് ചോദിച്ചവരുടെ അടുത്ത് ഒത്തിരി താങ്ക് യു. ഞാൻ ബെറ്ററായി വരുമായിരുന്നു. അതിനിടയ്ക്കാണ് എനിക്കിത് പറ്റിയത്. എന്നാലും ശരിയായിട്ട് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ ഗൈസ്, എനിക്ക് വേണ്ടി കൺസേൺ എടുത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം. ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്, കാരണം കഴുത്ത് വയ്യ, കൈ വയ്യ, ഒരു കാല് വയ്യ. അപ്പം കൊണ്ടുപോകാൻ ഇച്ചിരി പാടാണ്. എങ്കിലും ഞാൻ ശ്രമിക്കുന്നുണ്ട്. ദൈവഭാഗ്യത്തിന് മുറിവുകളൊന്നും ഇല്ലായിരുന്നു. സോ താങ്ക് യു.